കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ലൈറ്റ് വെക്കാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായി. ഈ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഇരുട്ടത്താണ് വന്നിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ ബൈക്കിൻ്റെ മുകളിൽ നിന്ന് സാധനം അടിച്ചു മാറ്റുന്നത്, അതേപോലെ ഈ കാറിൻ്റെ അകത്തുനിന്നും മദ്യപിച്ചിട്ട് കുപ്പി വല്ല താഴ്ത്ത് വെക്കും. ഇത് രാവിലെ ആരെങ്കിലും വേറെ ഏതെങ്കിലും കാറ് വരുമ്പോൾ പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെടുത്തിട്ട് ഇവിടെ സ്വരൂപിച്ചു. ദൃശ്യങ്ങളിൽ എനിക്ക് പിറകിൽ ഇങ്ങനെ മദ്യക്കുപ്പികൾ നിരത്തി വെച്ചത് കാണാം. ഞാൻ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ബിവറേജ് ഔട്ട്ലെറ്റിലൊന്നുമല്ല, കോഴിക്കോട് ബീച്ചിലാണ്. അവിടെയാണ് ഇത്തരം ഒരു കാഴ്ചയുള്ളത്. നമ്മൾ കോഴിക്കോട് ബീച്ചിന്റെ സുന്ദരമായ മുഖം കണ്ടിട്ടുണ്ട്. അവിടെ പുതിയ ഫുഡ് സ്ട്രീറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. രാത്രി വരെ നിരവധി ആളുകൾ വരുന്ന സ്ഥലമാണ്. പക്ഷേ ബീച്ചിന്റെ കാണാത്ത ഒരു മുഖമുണ്ട്, അല്ലെങ്കിൽ കാണാത്ത ഒരു ഭാഗമുണ്ട്. അതിന്റെ ഒരു ദൃശ്യങ്ങൾ കൂടിയാണിത്. കോഴിക്കോട് ലയൺസ് പാർക്കിന് സമീപത്താണ് ഇങ്ങനെ കുപ്പികൾ നിരത്തി വെച്ചിട്ടുള്ളത്. ഇത് ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ നിരത്തി വെച്ചതാണ്. കാരണം ഈ ലയൺസ് പാർക്കിന് സമീപത്തെ പാർക്കിങ്ങിൽ രാത്രി ഒരു 6 മണി മുതൽ ആളുകൾ വന്ന് പരസ്യമായി മദ്യപിക്കുന്നു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ കാറിൽ നിന്നും കുപ്പിയെടുത്ത പുറത്തു വെക്കുകയും അവർ ഇവിടെ നിന്നും പോവുകയുമാണ് ചെയ്യുന്നത്. മറ്റേതെങ്കിലും വണ്ടി വന്ന് ഈ കുപ്പിയിൽ കയറി അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവിടെയുള്ള തൊഴിലാളികൾ ഈ കുപ്പികളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. ഏതായാലും ഈ ലയൺസ് പാർക്കുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പരാതികളൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഭാഗങ്ങളിൽ ലഹരി ഉപയോഗം വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് ആളുകളുടെ പ്രധാനപ്പെട്ട പരാതി. 6 മണിക്ക് ശേഷം ഈ രാത്രി കാറിൻ്റെ അകത്തുനിന്നും മദ്യപിച്ചിട്ട്, ചിലപ്പോൾ ബൈക്കിൻ്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ കാറിൻ്റെ മുകളിലായിരിക്കും, മദ്യപിച്ചിട്ട് ഈ സൈഡിലുണ്ട് ഒരു ഇരുട് ഏരിയയാണ്. ഇവിടെ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ലൈറ്റ് വെക്കാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായി. ഈ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഇരുട്ടത്താണ് വന്നിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ ബൈക്കിൻ്റെ മുകളിൽ നിന്ന് സാധനം അടിച്ചു മാറ്റുന്നത്, അതേപോലെ ഈ കാറിൻ്റെ അകത്തുനിന്നും മദ്യപിച്ചിട്ട് കുപ്പി വല്ല താഴ്ത്ത് വെക്കും. ഇത് രാവിലെ ആരെങ്കിലും വേറെ ഏതെങ്കിലും കാറ് വരുമ്പോൾ പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെടുത്തിട്ട് ഇവിടെ സ്വരൂപിച്ച് വെക്കുന്നത്. നമ്മൾ ഈ കുപ്പിയുടെ ദൃശ്യങ്ങൾ എടുക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. പരസ്യമായി ഇവിടെ സിറിഞ്ച് ഉൾപ്പെടെ ഉപേക്ഷിച്ച നിലയിലുണ്ട്. ഇത് എന്താവശ്യത്തിന് ഉപയോഗിച്ചതാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇത് പരസ്യമായി ഇവിടെ ഉപേക്ഷിച്ച നിലയിലാണ്. നിരവധി ആളുകൾ വന്നു പോകുന്ന, കുട്ടികൾ ഉൾപ്പെടെ വന്നു പോകുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ പരസ്യമായ കാഴ്ചയുള്ളത്. ഇതൊക്കെ ആരുടെയെങ്കിലും ശരീരത്തിലായാൽ അതും വലിയ അപകടത്തിന് വഴിവെക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഈ ഭാഗത്ത് ഒരു 6 മണിക്ക് ശേഷം ഒട്ടും വെളിച്ചമൊന്നുമില്ല. ഇത്രയും സജീവമായി, അല്ലെങ്കിൽ ഇത്രയും അധികം ആളുകൾ വരുന്ന ഭാഗത്ത് ലൈറ്റോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. നിരന്തരം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. അതോടൊപ്പം വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലും പലതവണ വിവരം അറിയിച്ചിട്ടും പോലീസ് വന്ന് കണ്ട് പോവുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. മെയിനായിട്ട് ഈ പാർക്ക് നന്നാക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ ഫുള്ളായിട്ട് ലൈറ്റ് കത്തിക്കുക. അപ്പോൾ അവിടെ ആ ലൈനിൽ കണ്ടെങ്കിൽ ബ്ലാക്ക് പോസ്റ്റ് ഉണ്ടോ, ആ ബ്ലാക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അതിൻ്റെ മുകളിൽ ഒറ്റ ലൈറ്റ് കത്തൂല. ആ ലൈറ്റ് കത്തിച്ചാൽ മതി, ഫുള്ള് ആളുണ്ടാവും. പോലീസിനോട് പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ പരാതിപ്പെട്ടതാണ്. പരാതിപ്പെടാൻ എനിക്ക് കഴിയില്ല. നമ്മൾ ഫോൺ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ, എൻ്റെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ഫോൺ വിളിച്ചാൽ ഒരു ജസ്റ്റ് വരും, നോക്കുക, തിരിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഇതിൽ യാതൊരു പരിഹാരം ഞാൻ കാണില്ല. കാണുന്നൊരൊറ്റ പരിഹാരമേ ഉള്ളൂ, ഇവിടെ ലൈറ്റ് കത്തിക്കുക. ഡേഞ്ചർ ഏരിയയിൽ കുറച്ച് പോലീസുകാരെ മെയിനായിട്ട് നിർത്തുക. ശക്തമായ ഒരു പെട്രോളിംഗ് ഇവിടെ നടത്തുക. അതോടൊപ്പം ഈ ലയൺസ് പാർക്ക് വീണ്ടും നവീകരിച്ച് അവിടെ കൂടുതൽ സജീവമാക്കുക. ഈ ഭാഗങ്ങളിലൊക്കെ ലൈറ്റുകൾ കൂടുതൽ വെക്കുക തുടങ്ങിയ പരിഹാര മാർഗങ്ങളാണ് ഈ ഭാഗത്ത് നിരന്തരമായുള്ള കച്ചവടക്കാരും മറ്റു നാട്ടുകാരും ഒക്കെ പറയുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ലഹരി ഉപയോഗവും മദ്യത്തിന്റെ ഉപയോഗവും ഒക്കെ കൂടി സാധാരണക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ആളുകളുടെ പ്രധാനപ്പെട്ട പരാതി. ഇപ്പോൾ വൈകിട്ട് 6 മണി മുതൽ കുടുംബമായ ആളുകൾ നിരന്തരം വരുന്ന ഒരു ഭാഗത്താണ് ഇത്തരം ഒരു കാഴ്ചയുള്ളത്. സമീപത്ത് ഫുഡ് സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ കൊടുത്ത അധികൃതർ ഈ ഭാഗത്തേക്ക് കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.